നമസ്കാരം. 2026 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദായ നികുതിയിൽ വന്ന വലിയ മാറ്റങ്ങൾ മുതൽ ഷെയർ മാർക്കറ്റിലെ പുതിയ നിയമങ്ങൾ വരെ സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ ബജറ്റിലുണ്ട്. ഈ വീഡിയോയിലൂടെ വെറും 5 മിനിറ്റിൽ ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി എല്ലാവരും കാത്തിരുന്ന ആദായ നികുതി തന്നെ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നികുതിദായകർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നികുതി ഘടന ലളിതമാക്കിയിട്ടുണ്ട്. ഇത് മധ്യവർഗ്ഗക്കാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ F&O, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇനി മുതൽ ട്രേഡിംഗ് ചെലവ് വർദ്ധിക്കും. ഓപ്ഷൻ പ്രീമിയം ചാർജുകൾ 0.10% നിന്നും 0.15% സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. 10ൽ 9 ട്രേഡർമാരും പണം നഷ്ടപ്പെടുത്തുന്നു എന്ന സെബിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനാവശ്യമായിട്ട് ഊഹക്കച്ചവടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം സോവറിൻ ഗോൾഡ് ബോണ്ടുകളെ കുറിച്ചാണ്, അതായത് SGB. ഇനി മുതൽ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ബോണ്ട് വാങ്ങി കാലാവധിക്ക് മുൻപ് വിൽക്കുകയോ കാലാവധിയിൽ ലാഭം എടുക്കുകയോ ചെയ്യുമ്പോൾ നികുതി നൽകേണ്ടി വരും. അതേപോലെ കുട്ടികളെ വിദേശത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വാർത്തയുണ്ട്. വിദേശത്തേക്ക് പഠന ആവശ്യത്തിന് പണം അയക്കുമ്പോഴുള്ള TCS 5% നിന്നും 2% കുറച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ ഏറ്റവും കൗതുകകരമായ പ്രഖ്യാപനമാണ് ഓറഞ്ച് ഇക്കോണമി. ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ 15,000 സ്കൂളുകളിലും 500 കോളേജുകളിലുമാണ് കോണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രത്തോടൊപ്പം തന്നെ ക്രിയേറ്റീവ് മേഖലയിലും തിളങ്ങാൻ ഇത് സഹായിക്കും. കൂടാതെ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 5 പ്രത്യേക ഹബ്ബുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നികുതി കുറച്ചും എന്നാൽ ട്രേഡിംഗ് പോലെയുള്ള കൊമേഴ്സ് മേഖലകളിൽ നിയന്ത്രണം കൊണ്ടുവന്നും സന്തുലിതമായ ഒരു ബജറ്റാണ് 2026 നിങ്ങളെ ഈ ബജറ്റിലെ ഏത് മാറ്റമാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്